ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻ ലിമിറ്റഡ് എന്ന കമ്പനി അവരുടെ IPO ലോഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോഞ്ചിങ് ഡേറ്റ് വരുന്നത് ജാനുവരി 22 വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഈ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം 22-ാം തീയതി തന്നെ നിങ്ങളുടെ ക്ലോക്കിൽ അലാറം സെറ്റ് ചെയ്ത് ഇതിന്റെ ഷെയർ വാങ്ങാവുന്നതാണ്. ഈ കമ്പനി മെയിനായി ഫോക്കസ് ചെയ്യുന്ന ഏരിയ വാട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ്. വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണിത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ കമ്പനിയുടെ ഒരു അനാലിസിസ് നടത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലത്തെ പ്രോഫിറ്റ്, റവന്യൂ അതൊക്കെ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ IPOയുടെ ബാൻഡ് റേറ്റ് എന്താണ്, എത്ര ഷെയർ ആണ് മേടിക്കാൻ സാധിക്കുന്നത്, മാക്സിമം എത്ര ഷെയർ ആണ്, മിനിമം എത്ര ഷെയർ ആണ് മേടിക്കാൻ പറ്റുന്നത്, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. നമുക്കിനി ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഹിസ്റ്ററിയും ഒന്ന് എന്താണെന്ന് നോക്കാം. ഈ കമ്പനി തുടങ്ങിയത് 2016-ലാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഇന്ത്യ വാട്ടർ മാനേജ്മെന്റ് സെക്ടറിൽ ഈ കമ്പനിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അവർ നൽകാൻ തുടങ്ങിയ ഉടനെ തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രോജക്ട്സ് ആണ് ഈ കമ്പനി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സർവീസ് പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിൽ ഇവർ പ്രധാനമായി ചെയ്യുന്നത് ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്. സർവീസ് പോർട്ട്ഫോളിയോയിൽ രണ്ടാമതായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പ്രോജക്ട്. പിന്നെ ഇതിൽ മൂന്നാമതായി നമുക്ക് പറയേണ്ട കാര്യമാണ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. റെയിൽവേക്കും ഹൈവേക്കും ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും അതിന്റെ മെയിൻ്റനൻസിന് ആവശ്യമായ വർക്കുകൾ ഇവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി രീതിയിലുള്ള സർവീസ് പോർട്ട്ഫോളിയോ ആണ് ഈ ഒരു കമ്പനിയുടെ പിന്നാലെയുള്ളത്. വളരെ ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം റെയിൽവേയും ഹൈവേയും ഒക്കെ വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഇന്ത്യയിലെ ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം റെയിൽവേ സെക്ടറിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒത്തിരി രൂപയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും റെയിൽവേയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലും ചേഞ്ചസ് വരും. അപ്പോൾ ഈ ഒരു മേഖല ഉയരാനും ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഉയരാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്കിനി ഈ കമ്പനിയുടെ പ്രോജക്ട് ഹൈലൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു കമ്പനി 27 വാട്ടർ മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് 2023 ഒക്ടോബർ 31 സക്സസ്ഫുള്ളി ചെയ്തു തീർത്തിട്ടുണ്ട്. ഇവർ ഓൾറെഡി അവരുടെ സർവീസസിലെല്ലാം സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു സക്സസ്ഫുള്ളി റണ്ണിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. നമ്മൾ ഇവരിൽ നിന്ന് ഷെയർ മേടിച്ചാലും ഫ്യൂച്ചറിൽ ഈ കമ്പനി കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാനും നമ്മളുടെ ഷെയർ വളരാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗവൺമെന്റ് പ്രോജക്റ്റായ ജൽജീവൻ മിഷനിലും ഈ കമ്പനി അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോജക്റ്റിലും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്തിന്റെ വാട്ടർ സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവിലും ഇവർ ഭാഗഭാക്കുകളായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ ഒരു കമ്പനിയുടെ ഒരു അനാലിസിസ് ആണ്. ആ കമ്പനി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് സ്ട്രെങ്ത് ഉള്ളത്, അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. ഇനി നമ്മൾ ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഈ കമ്പനിയുടെ ഇഷ്യൂ സൈസ് വരുന്നത് 220.50 കോടി രൂപയാണ്. ഫ്രഷ് ഇഷ്യൂ വരുന്നത് 75 ലക്ഷം രൂപയാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 279 രൂപ മുതൽ 294 രൂപയാണ് പെർ ഷെയറിന്. ഫേസ് വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് 10 രൂപയാണ് പെർ ഷെയറിന്. ലോട്ട് സൈസ് വരുന്നത് 50 ഷെയർ ആണ്. അതുപോലെ തന്നെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 14,700 രൂപയാണ്. അത് അപ്പർ പ്രൈസ് ബാൻഡ് ആണ്. ഇനി IPO ടൈം ലൈൻ നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ജാനുവരി 22 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ ഡേറ്റ് വരുന്നത് ജാനുവരി 22, 2025. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 24, 2025 അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 29, 2025 ആണ്. അതായത് 22 ആരംഭിച്ച് 24 അവസാനിക്കുന്നു. ഏകദേശം 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മേടിക്കാൻ ശ്രമിക്കുക. ഒരു കമ്പനി അവരുടെ IPO ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്കൊരു പർപ്പസ് ഉണ്ടാവും. കാശ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും അവർ IPO ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പനി ഈ IPO ഓഫർ ചെയ്യാനുള്ള പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയാണ്. ഓൾറെഡി ഇവരുടെ കമ്പനി ഒത്തിരി പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യുന്നുണ്ട്. വീണ്ടും ഈ കമ്പനി അവരുടെ എക്സ്പാൻഷൻ, ഈ കമ്പനി വീണ്ടും വിപുലമാക്കുകയാണെങ്കിൽ കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യുകയും അങ്ങനെ ഈ കമ്പനിയുടെ ഗ്രോത്ത് വളരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി ഈ കമ്പനിയുടെ റവന്യൂവും അതുപോലെ പ്രോഫിറ്റും എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം കഴിഞ്ഞ കാലങ്ങളിൽ ആ കമ്പനിയുടെ ഗ്രോത്ത് എന്തായിരുന്നു അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ചാടിക്കീറി ഇൻവെസ്റ്റ് ചെയ്യുകയും ഇത് തകർച്ചയുണ്ടാകുകയും നിങ്ങളുടെ കാശ് നഷ്ടമാവാനുള്ള ചാൻസസും ഉണ്ട്. നമുക്ക് ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. 2021
2021 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ റവന്യൂ വരുന്നത് 119.63 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 38.33 കോടി രൂപയാണ്. അതുപോലെ തന്നെ 2022 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ റവന്യൂ വരുന്നത് 175.75 കോടി രൂപയാണ്. ആ കാലഘട്ടത്തിൽ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 50.11 കോടി രൂപയാണ്. 2023 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ റവന്യൂ വരുന്നത് 241.84 കോടിയും നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 59.73 കോടി രൂപയുമാണ്. ഓരോ വർഷത്തെ കാൽക്കുലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് കാണുന്നത്. ആദ്യ 2 വർഷങ്ങളിൽ സ്ലോ ഗ്രോത്ത് ആണെങ്കിലും പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ IPO-യിലൂടെ കാശ് കിട്ടുകയും അതിനുശേഷം ഈ കമ്പനിയിൽ വലിയൊരു എക്സ്പാൻഷൻ നടക്കുകയും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാനും കൂടുതൽ റവന്യൂവും പ്രോഫിറ്റും ലഭിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. നമുക്കിനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ മെട്രിക്സ് നോക്കാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.01 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് വരുന്നത് 76.99%. റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 36.36%. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ വരുന്നത് 9.45x ആണ്. നമ്മളിപ്പോൾ ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറെ ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റ്, റവന്യൂ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ കമ്പനിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കാം. ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ് എക്സ്പെർട്ടീസ് ആണ്. അവർ ഓൾറെഡി സക്സസ്ഫുള്ളി ചെയ്ത 2 കാര്യങ്ങളാണ് വാട്ടർ മാനേജ്മെന്റ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പ്രോജക്റ്റ്. രണ്ടാമതായി അവരുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് ഡൈവേഴ്സിഫൈഡ് സർവീസസ്. അതിനുള്ളിൽ നമുക്ക് പ്രധാനമായി എടുത്തു പറയാൻ പറ്റുന്ന 2 കാര്യമാണ് മൾട്ടിപ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഇൻക്ലൂഡിംഗ് റെയിൽവേ ആൻഡ് ഹൈവേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവർ വാട്ടർ റിലേറ്റഡ് ഡെവലപ്മെന്റ്സ് മാത്രമല്ല നടത്തുന്നത്, റെയിൽവേയിലും ഹൈവേയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം വാട്ടർ റിലേറ്റഡ് ആയാലും റെയിൽവേ റിലേറ്റഡ് ആയാലും ഹൈവേ റിലേറ്റഡ് ആയാലും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഈ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ആണ് ഫ്യൂച്ചറിലും ഉണ്ടാകാൻ പോകുന്നത്. അതൊക്കെ നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം റബ്ബസ്റ്റ് ഫിനാൻഷ്യൽസ് ആണ്. അതിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കൺസിസ്റ്റന്റ് റവന്യൂ ഗ്രോത്ത് ആൻഡ് സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി മെട്രിക്സ്. ഇപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ഈ കമ്പനിയുടെ വീക്ക്നെസ്സസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഈ കമ്പനിയുടെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് പ്രോജക്റ്റ് കോൺസെൻട്രേഷൻ. പ്രോജക്റ്റ് കോൺസെൻട്രേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് റിലയൻസ് ഓൺ ഗവൺമെന്റ് പ്രോജക്ട്സ് മേ എക്സ്പോസ് ദ കമ്പനി ടു പോളിസി ചേഞ്ചസ്. അതായത് കമ്പനിയുടെ പോളിസിയിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഈ കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. പിന്നെ നമുക്ക് രണ്ടാമതായി ഈ കമ്പനിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഈ കമ്പനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് മറ്റനവധി കമ്പനി ഓൾറെഡി ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ ഫ്യൂച്ചറിൽ കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഡിമാൻഡ് കൂടുമ്പോഴാണല്ലോ നമ്മളൊരു കമ്പനിയിൽ, അതായത് ഇപ്പോൾ ഈ ഒരു കമ്പനി മാത്രമാണ് ഇത്തരത്തിലുള്ള സർവീസസ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിന് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയേറെയാണ്. പക്ഷേ ഈ കമ്പനി ചെയ്യുന്ന അതേ സർവീസ് വേറെ കമ്പനികളും ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അത് എത്രത്തോളം ഈ കമ്പനിയുടെ ഫ്യൂച്ചറിലേക്കുള്ള വഴിയിൽ എത്രത്തോളം ഇതൊരു സ്ട്രെങ്ത് ആയി നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഇതെന്തായാലും നമുക്കൊരു വീക്ക്നെസ് ആയിട്ടാണ് പറയാൻ സാധിക്കുന്നത്. കാരണം കോമ്പറ്റീഷൻ കൂടുന്നത് അത്ര നല്ലതല്ല. കസ്റ്റമേഴ്സ് സ്പ്ലിറ്റ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ കമ്പനിയിൽ തന്നെ എല്ലാവരും വരണമെന്നില്ല. ആളുകൾക്ക് വേറെ ഓപ്ഷൻ ഉള്ളപ്പോൾ ഇവിടെ വരാനുള്ള ചാൻസസ് കുറവാണ്. നമുക്കിനി ഈ കമ്പനിയിലെ ഫ്യൂച്ചറിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്ന 2 കാര്യങ്ങളാണ്. ആദ്യത്തേത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, രണ്ടാമത്തേത് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് ഗവൺമെന്റ് സ്കീമായിട്ടുള്ള ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതിയിൽ ഈ കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഗവൺമെന്റ് റിലേറ്റഡ് സ്കീമിൽ വർക്ക് ചെയ്യുന്നത് മൂലം അത് ഫ്യൂച്ചറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. സസ്റ്റൈനബിൾ സൊല്യൂഷനിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റിന്റെ ഡിമാൻഡ് ഓരോ കാലഘട്ടത്തിലും കൂടി വരുന്നതാണ് ഇതിന്റെ ഫ്യൂച്ചറിലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ കമ്പനിയുടെ ത്രെഡ്സിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് റെഗുലേറ്ററി റിസ്ക് ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. എൻവയോൺമെന്റ് റെഗുലേഷൻസ് കുഡ് ഇംപാക്ട് ഓപ്പറേഷൻസ്. അതായത് എൻവയോൺമെന്റ് റെഗുലേഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതിലെ ഓപ്പറേഷനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അത് നമുക്കൊരു ത്രെഡായിട്ട് പറയാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ഒരു മേഖലയിൽ ഈ ഒരു കമ്പനിക്ക് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നമ്മൾ ഈ കമ്പനിയുടെ വീക്ക്നെസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇവർക്ക് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഈ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന മറ്റ് 2 കമ്പനികൾ ഏതാണെന്നൊന്ന് നോക്കാം. ആദ്യത്തേത് വാടെക് വാബാക് ലിമിറ്റഡ്, എ ഗ്ലോബൽ ലെൻഡർ ഇൻ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്.
രണ്ടാമത്തേത് EMS ലിമിറ്റഡ്, സ്പെഷ്യലൈസ് ഇൻ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ കളക്ഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. നമ്മളിപ്പോൾ ഈ കമ്പനിയുടെ കഴിഞ്ഞകാല അനാലിസിസ്, അതുപോലെ തന്നെ IPO ഡീറ്റെയിൽസ്, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ത്രെഡ്സ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്തുകൊണ്ട് ഈ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കമ്പനിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ്. അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റവന്യൂവും പ്രോഫിറ്റ് ഗ്രോത്തും എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ അവരുടെ ഫിനാൻസ് റവന്യൂ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായി കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് ഓരോ വർഷവും ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രണ്ടാമതായി പറയേണ്ട ഒരു കാര്യമാണ് സെക്ടറൽ റെലവൻസ്. അടുത്തത് മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് ഈ കമ്പനിയിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ, മൂന്നാമതായിട്ടുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് ഈ കമ്പനിയുടെ പോസിറ്റീവ് മാർക്കറ്റ് സെന്റിമെന്റ്സ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പ്രോജക്റ്റ് ഡിപ്പെൻഡൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗവൺമെന്റിന് തന്നെ ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതിയിൽ ഈ കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗവൺമെന്റ് റിലേറ്റഡ് സ്കീമിലൊക്കെ ഈ കമ്പനി ഓൾറെഡി അവരുടെ ഇൻവോൾവ്മെന്റ് കാണിച്ചു കഴിഞ്ഞു. ഇനി ഈ കമ്പനിയിൽ ഈ ഷെയർ വാങ്ങി ഈ കമ്പനി എക്സ്പാൻഷൻ ചെയ്യാനാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ കമ്പനി കൂടുതൽ എക്സ്പാൻഡ് ആവുകയും കൂടുതൽ പദ്ധതികളിൽ ഇവർ ഭാഗഭാക്കുകളാവുകയും അവർ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ അവരുടെ റവന്യൂ, പ്രോഫിറ്റ്, IPO ഡീറ്റെയിൽസ്, എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് അവസാനിക്കുന്നത്, ബാൻഡ് റേറ്റ് എത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, എത്ര ഷെയറാണ് നമുക്ക് മിനിമം മേടിക്കാൻ സാധിക്കുന്നത് എന്നതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ഇതുപോലുള്ള ഫിനാൻസ് റിലേറ്റഡ്, ഇതുപോലുള്ള മണി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ് കോഴ്സുകളെല്ലാം ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ IPO വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.